Hello children, our first lesson is Know Your Planet. In this lesson, we are going to discuss about the continents, the oceans, the maps, limitations of maps, different types of maps, globe, etc. Let's start the class. Our Earth is a unique planet. Our Earth is a unique planet. നമ്മുടെ Earth എന്ന് പറയുന്നത് ഒരു unique planet ആണ്. It is the only planet in our solar system to have water and air. അതായത് വാട്ടറും എയറും ഉള്ള ഓൺലി വൺ പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത് ആണ്. സോ എർത്ത് ഈസ് എ യുണീക്ക് പ്ലാനറ്റ്. അവർ എർത്ത് ഹാസ് ലാൻഡ് മാസസ് ആൻഡ് ലാർജ് വാട്ടർ ബോഡീസ്. The large land masses are called continents. Large land masses-നാണ് എന്ത് പറയുക? Continents അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയാം. Large water bodies are called oceans. Large water bodies-ന് oceans എന്ന് പറയും. Seas, rivers, gulfs, bays and lakes are smaller water bodies. Seas-ഉം rivers-ഉം ഒക്കെ എന്താണ്? Smaller water bodies ആണ്. Water bodies are shown in blue. നമുക്കറിയാം വാട്ടർ ബോഡീസ് ഒക്കെ കാണിക്കുന്നത് കളർ യൂസ് ചെയ്തിട്ടാണ് ബ്ലൂ കളർ. ആൻഡ് ലാൻഡ് മാസസ് ആർ ഷോൺ ഇൻ അതർ കളേഴ്സ് ഓൺ മാപ്സ്. ലാൻഡ് മാസസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതർ കളേഴ്സ് യൂസ് ചെയ്യും. ദ കോണ്ടിനെൻറ്റ്സ്. കോണ്ടിനെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ്. ലാർജ് ലാൻഡ് മാസസിനാണ് കോണ്ടിനെൻറ്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയാം. ദർ ആർ 7 continents. Which are they? In decreasing order of size, they are Asia, Africa, North America, South America, Antarctica, Europe and Australia. Asia, Africa, North America, South America, Australia, Europe, Australia and Antarctica. ഇതൊക്കെയാണ് ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. ഇതാണ് 7 continents. In each continent is divided into countries. ഓരോരോ കോണ്ടിനെൻറ്റ്സും കൺട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. In terms of area, Russia is the largest country. റഷ്യയാണ് ഇത് ഇൻ ടേംസ് ഓഫ് ഏരിയയുടെ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ റഷ്യയാണ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് കൺട്രി. ആൻഡ് വത്തിക്കാൻ സിറ്റി ഈസ് ദ സ്മോളസ്റ്റ് കൺട്രി. വത്തിക്കാൻ സിറ്റിയാണ് ഇത് സ്മോളസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി. അതായത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയാണ് എന്ത് 7th ലാർജസ്റ്റ് കൺട്രി. അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഏത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇത് സദേൺ പാർട്ടിലാണ്. നെക്സ്റ്റ് ഇന്ത്യ ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി. നെക്സ്റ്റ് ദ ഓഷ്യൻസ്. സമുദ്രങ്ങൾ. ദർ ആർ 5 ഓഷ്യൻസ്. എത്ര ഓഷ്യൻസ് ഉണ്ട്? 5 ഓഷ്യൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? ദ പെസിഫിക് ഓഷ്യൻ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ അന്റാർട്ടിക് ഓർ സദേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. അതായത് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സദേൺ ഓഷ്യൻ ഓർ അന്റാർട്ടിക് ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻസ്. ആൻഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓഷ്യൻ? ഏതാണ് ലാർജസ്റ്റ് ഓഷ്യൻ? ദ പസഫിക് ഓഷ്യൻ ഈസ് ദ ലാർജസ്റ്റ് ഓഷ്യൻ. ആൻഡ് സ്മോളസ്റ്റ് ഓഷ്യൻ ഏതാണ്? Arctic Ocean is the smallest ocean. Then next, shapes of the earth. Earth in the shape. In ancient times, people believed that the earth was flat and it had a steep edge. Earth flat ആണെന്നായിരുന്നു ancient timesൽ ആൾക്കാർ കരുതിയിരുന്നത്. അതിനൊരു steep edge ഉണ്ടെന്നും കരുതിയിരുന്നു. 16th century ഫെർഡിനൻഡ് മഗല്ലൻ sailed around the world and proved that the earth was round. In the 16th century, the Ferdinand Magellan sailed around the world and proved that the earth was round.
അതായത് ഫെർഡിനൻഡ് മെഗല്ലൻ ഒരു പോയിന്റിൽ നിന്ന് യാത്ര തിരിച്ച് ഒരേ ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. അങ്ങനെ എർത്ത് റൗണ്ട് ആണെന്ന് പ്രൂവ് ചെയ്തു. കൂടാതെ പിക്ചേഴ്സ് ടേക്കൺ ഫ്രം ദ സ്പേസിൽ നിന്നെടുത്ത ഫോട്ടോ എന്താണ് തെളിയിക്കുന്നത്? എർത്ത് റൗണ്ട് ആണെന്ന്. ഓൺലി വൺ ഹാഫ് ഓഫ് ദ എർത്ത് ക്യാൻ ബി സീൻ. അതായത് നമുക്ക് എന്താണ് മുകളിൽ നിന്ന് സ്പേസിൽ നിന്ന് നോക്കിയാലും നമുക്ക് എർത്തിൻ്റെ 1/2 മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ദെൻ വാട്ട് ഈസ് എ ഗ്ലോബ്? എ ഗ്ലോബ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് എർത്ത്. ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ ഒരു സ്മോൾ മോഡലാണ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എർത്ത് ഇൻ എ സിമ്പിൾ ആൻഡ് ആക്യുറേറ്റ് വേ. എർത്തിനെ സിമ്പിളായിട്ടും ആക്യുറേറ്റ് വേയിലും കാണിക്കാൻ പറ്റിയൊരു സ്മോൾ മോഡലാണ് ഇത് ഗ്ലോബ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. അതായത് ലാൻഡിൻ്റെയും ഓഷ്യൻസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് കാണിക്കുന്നത് ശരിയായ രീതിയിൽ കാണിക്കാൻ ഗ്ലോബിൽ പറ്റും. We can also see the correct shape, size and location of the continents and oceans on a globe. അതായത് കറക്റ്റ് ഷേപ്പും സൈസും കറക്റ്റ് ലൊക്കേഷൻസും ഒക്കെ ഗ്ലോബിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഗ്ലോബ് നോക്കാം. കണ്ടോ? ഗ്ലോബ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് എർത്ത്. അതായത് ഭൂമിയുടെ അതേ ഷേപ്സ് ആണ്. ഷേപ്സും കറക്റ്റ് ലൊക്കേഷൻസും ഒക്കെ ഈ ഗ്ലോബിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ബട്ട് ഗ്ലോബ് ഹാസ് സം ലിമിറ്റേഷൻസ്. ഗ്ലോബ് യൂസ്ഫുൾ ആണ്. അതായത് ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഗ്ലോബ് യൂസ്ഫുൾ ആണെങ്കിലും സം ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിന്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വൺ, എ ലാർജ് ഗ്ലോബ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി. അതായത് വലിയ ഗ്ലോബ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ദെൻ സ്പേസ് ഈസ് ലിമിറ്റഡ്. ഇതിൽ സ്പേസ് ലിമിറ്റഡ് ആണ്. ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ടേക്ക് എ globe for a part of the earth. Only one side of the earth can be seen at a time. ഒരു ടൈമിൽ ഒരു ഭാഗം മാത്രമേ ഗ്ലോബിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആണ് ഗ്ലോബ് യൂസ്ഫുൾ ആണെങ്കിലും ബട്ട് ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മാപ്സ്. എ മാപ്പ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത് സർഫേസ് ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത് സർഫേസ് ഓർ പാർട്ട് ഓഫ് ഇറ്റ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. അതായത് ഭൂമിയെ എന്താണ് ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കുന്നതാണ് എന്ത്? മാപ്പ് എന്ന് പറയുന്നത്. ദ വേർഡ് മാപ്പ് കം ഫ്രം ദ ലാറ്റിൻ വേർഡ് മാപ്പോ. മാപ്പോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാപ്പ് വന്നത്. വിച്ച് മീൻസ് നാപ്കിൻ. അതിനർത്ഥം നാപ്കിൻ എന്നാണ്. Gerardus Mercator, a Flemish map maker, was the first to publish a collection of maps in the form of book. ഒരു ബുക്കിൻ്റെ ഫോമിൽ ആദ്യമായിട്ട് മാപ്സ് പബ്ലിഷ് ചെയ്തത് ജെറാഡസ് മെക്കാട്ടർ ആണ്. എ ബുക്ക് ഓഫ് മാപ്പ് ഈസ് കോൾഡ് ആൻ അറ്റ്ലസ്. അതായത് ബുക്ക് ഓഫ് മാപ്പ് പറയുന്നത് എന്താണ്? ബുക്ക് ഓഫ് മാപ്പിന് പറയുന്നത് അറ്റ്ലസ് എന്നാണ്. We can draw maps on a flat surface to show continents, countries, cities, even a neighborhood. അതായത് നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റത്തില്ലേ? കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ് എല്ലാം മാപ്പിൽ ചിത്രീകരിക്കാൻ പറ്റും. യു ക്യാൻ ഡ്രോ എ മാപ്പ് ഓഫ് യുവർ സ്കൂൾ. സ്കൂളിൻ്റെ മാപ്പ് വരയ്ക്കാൻ പറ്റും. ആൻഡ് ഷോ ഓൾ ദ ഡീറ്റെയിൽസ് ഓൺ ഇറ്റ്. എല്ലാ ഡീറ്റെയിൽസും അതിൽ ഷോ ചെയ്യാൻ പറ്റും. ദിസ് എ മാപ്പ് ഈസ് ബെറ്റർ ദാൻ എ ഗ്ലോബ്. അതുകൊണ്ട് മാപ്പ് ഗ്ലോബിനേക്കാളും ബെറ്റർ ആണ്. മാപ്പ് ഓൾസോ ഹാവ് സം ലിമിറ്റേഷൻസ്. ഗ്ലോബിനേക്കാളും ബെറ്റർ ആണ് മാപ്പെങ്കിലും സം ലിമിറ്റേഷൻസ് ഉണ്ട്. ദ എർത്ത് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഇറ്റ് സർഫസ് ഈസ് കേർവ്ഡ്. അതായത് എർത്ത് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. അതിൻ്റെ ഷേപ്സ് അതായത് റൗണ്ട് ആണ് അതിൻ്റെ ഷേപ്സ്. അതുകൊണ്ട് അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? കേർവ്ഡ് ആണ്. എ കേർവ്ഡ് സർഫസ് കനോട്ട് ബി ഷോൺ കറക്റ്റ്ലി ഓൺ എ ഫ്ലാറ്റ് സർഫസ് ലൈക്ക് പേപ്പർ. എ കേർവ്ഡ് സർഫസ് അതായത് കേർവ്ഡ് സർഫസ് കറക്റ്റായിട്ട് ഒരു പേപ്പറിലേക്ക് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കറക്റ്റായിട്ട് കിട്ടില്ല. എ കേർവ്ഡ് സർഫസ് കനോട്ട് ബി ഷോൺ കറക്റ്റ്ലി ഓൺ എ ഫ്ലാറ്റ് സർഫസ് ലൈക്ക് പേപ്പർ. പേപ്പർ പോലെയുള്ള ഒരു പരന്ന പ്രതലത്തിലേക്ക് കേർവ്ഡ് സർഫസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ഹൗവർ എ സ്മോൾ ഏരിയ ക്യാൻ ബി ഫെയർലി ആക്യുറേറ്റ്ലി ഷോൺ ഓൺ എ മാപ്പ്. എന്നിരുന്നാലും സ്മോൾ ഏരിയാസ് നല്ല ഫെയർ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും
മാപ്പിൽ കാണിക്കാൻ പറ്റും. ദിസ് മേക്സ് എ മാപ്പ് മോർ യൂസ്ഫുൾ ടു സ്റ്റഡി ദ എർത്ത് ദാൻ എ ഗ്ലോബ്. അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലോബിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്ററാണ് മാപ്പ് എന്ന്. അത് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബിനേക്കാൾ യൂസ്ഫുൾ ആണ് മാപ്പ്. ടൈപ്സ് ഓഫ് മാപ്പ്. Physical features of an area such as mountains, plateau, plains and rivers are shown on a physical map. There are different types of map. കുറേ ടൈപ്സ് മാപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഫിസിക്കൽ മാപ്പ്. മൗണ്ടെയ്ൻസും പ്ലാറ്റ്യൂസും പ്ലെയിൻസും ഒക്കെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പൊളിറ്റിക്കൽ മാപ്പ്. ലൈൻസ് ഡിഫൈനിങ് ദ ബൗണ്ടറീസ് ഓഫ് കൺട്രീസ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ ഷോൺ ഓൺ എ പൊളിറ്റിക്കൽ മാപ്പ്. Then next climate map. Third one climate map. General information about climatic conditions. Climatic conditions നെ കുറിച്ചുള്ള general informations ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മാപ്പാണ് ക്ലൈമറ്റ് മാപ്പ് എന്ന് പറയുന്നത്. Maps which shows major and minor highways, roads are called road maps. മേജറും മൈനർ ആയിട്ടുള്ള റോഡ്സും ഹൈവേസും ഒക്കെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാപ്സ് ആണിത് റോഡ് മാപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെജിറ്റേഷൻ മാപ്പ്. മാപ്സ് വിച്ച് ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ എ റീജിയൻ ആർ കോൾഡ് വെജിറ്റേഷൻ മാപ്പ്. ബിസൈഡ്സ് ദീസ് ദർ ആർ മാപ്സ് ദാറ്റ് ഷോൺ ഇൻഡസ്ട്രീസ്, പോപ്പുലേഷൻസ്, മിനറൽസ്, ക്രോപ്സ്, സോയിൽ, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇത് കൂടാതെ ഇൻഡസ്ട്രീസ് കാണിക്കാനുള്ള പോപ്പുലേഷൻസിൻ്റെ മാപ്പുണ്ട്, മിനറൽസ്, ക്രോപ്സ് വിളകളെക്കുറിച്ച് കാണിക്കാനുള്ള, സോയിൽസിനെ കുറിച്ച്, നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചുള്ള മാപ്പുണ്ട്, വൈൽഡ് ലൈഫിനെ കുറിച്ചുള്ള മാപ്പുണ്ട്. ദെൻ നെക്സ്റ്റ് റീഡിംഗ് മാപ്സ്. എവറി മാപ്പ് റെപ്രസെൻ്റ് എ ലാർജ് പോർഷൻസ് ഓഫ് ദ എർത്ത്. ഇഫ് വി നോ ഹൗ ടു റീഡ് എ മാപ്പ് then we can find out much about different countries and places in the world without actually visiting them. അതായത് നമുക്ക് മാപ്പ് റീഡ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലായിട്ട് വിസിറ്റ് ചെയ്യാതെ തന്നെ ആ കൺട്രീസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അതായത് അതിൻ്റെ പ്ലേസസ് ഒക്കെ അറിയാൻ പറ്റും. ടു റീഡ് എ മാപ്പ് കറക്റ്റ്ലി വി മസ്റ്റ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ മാപ്പ്. മാപ്സിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻസ് ഒക്കെ റീഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാപ്പ് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഫസ്റ്റ് ഡയറക്ഷൻസ്. ദർ ആർ 4 ഡയറക്ഷൻസ്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ടോപ്പ് ഓഫ് ദ മാപ്പ് ഈസ് നോർത്ത് ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് സൗത്ത്, ഹിയർ വെസ്റ്റ് ആൻഡ് ഹിയർ ഈസ്റ്റ്. Once you know where north lies, it is easy to find out other directions. നോർത്ത് എവിടെയാണെന്ന് അറിഞ്ഞാൽ ബാക്കി ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് ദ ഈസ്റ്റ് ലൈസ് നോർത്ത് ഈസ്റ്റ്. ഹിയർ നോർത്ത്, ഹിയർ ഈസ്റ്റ്. ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് ഈസ്റ്റ് എന്താണ് നോർത്ത് ഈസ്റ്റ് എന്നാണ് പറയുക. ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് ദ വെസ്റ്റ് ലൈസ് ദ നോർത്ത് വെസ്റ്റ്. ബിറ്റ്വീൻ ദ south and east lies, between the south and east lies southeast. Between the west and the south lies southwest. Then next, scale. The earth is very big. It is not possible to show the actual size of the earth on a map. അതായത് earth എന്ന് പറയുന്നത് വളരെ ബിഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ച്വൽ സൈസ് കാണിക്കാൻ നമുക്ക് പറ്റില്ല. ദ ആക്ച്വൽ സൈസ് ഇസ് റെഡ്യൂസ്ഡ് മെനി ടൈംസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഷോൺ ഓൺ എ മാപ്പ്. അതായത് മെനി ടൈംസ് റെഡ്യൂസ് ചെയ്ത ശേഷം മാത്രമേ അത് മാപ്പിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതായത് സ്കെയിൽ എന്ന് വെച്ചാൽ ദ സ്കെയിൽ ഓഫ് എ മാപ്പ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ്. ആക്ച്വൽ ഡിസ്റ്റൻസും മാപ്പ് ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. മാപ്പ് സ്കെയിൽ ഓഫ് മാപ്പ് എന്ന് പറഞ്ഞാൽ the ratio between the map distance and the actual distance between 2 places. Then next, signs and symbols. There is not enough space on a map to show mountains, rivers, lakes, bridges, dams, temples, churches, etc. അതായത് ഇനഫ് സ്പേസ് ഇല്ല നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള ചർച്ചസ് ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും ലേക്സ് ആണെങ്കിലും മൗണ്ടെയ്ൻസ് ആണെങ്കിലും അതൊക്കെ ഷോ ചെയ്യാൻ വേണ്ടി
ഇനഫ് സ്പേസ് ഈ മാപ്പിലില്ല. However, a map without this information will not be useful. ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലാത്ത മാപ്പ് എന്ന് പറയുന്നത് യൂസ്ഫുൾ അല്ല. ഡിഫറെൻറ്റ് സൈൻസ് ആൻഡ് സിംബൽസ് ആർ യൂസ്ഡ് to give such information on a map. For example, the international land boundaries of a country is shown by thick dashes. Thick dashes ഡോട്ടും യൂസ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ ലാൻഡ് ബൗണ്ടറീസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സൈൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ എ സിറ്റി ഈസ് മാർക്ക്ഡ് ബൈ എ സ്മോൾ ഡോട്ട്. സിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ ഡോട്ട് യൂസ് ചെയ്തിട്ടാണ്. സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ഡോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കളേഴ്സ് ഓൺ എ മാപ്പ്. ഡിഫറെൻറ്റ് കളേഴ്സ് ആർ യൂസ്ഡ് ടു ഷോൺ വേരിയസ് തിങ്സ് ഓൺ എ മാപ്പ്. അതായത് ഡിഫറെൻറ്റ് കളേഴ്സ് മാപ്പിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ബോഡീസ് ആർ ഷോൺ ഇൻ ബ്ലൂ. മാപ്സിൽ വാട്ടർ ബോഡീസ് കാണിക്കാൻ എന്താണ് ബ്ലൂ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഈസ് യൂസ്ഡ് ടു ഷോ ഷാലോ വാട്ടേഴ്സ്. ലൈറ്റ് ബ്ലൂ ആണ് ഷാലോ വാട്ടേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ഡീപ്പ് വാട്ടേഴ്സിന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡീപ്പ് വാട്ടേഴ്സിന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻസ് ഓർ ലോ ലാൻഡ്സ് ആർ ഷോൺ ഇൻ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. ഗ്രീൻ കളർ യൂസ് ചെയ്തിരിക്കുന്നത് ലോ ലാൻഡ്സും പ്ലെയിൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈ ലാൻഡ്സ് ആൻഡ് ഡെസേർട്സ് ആർ ഷോൺ ഇൻ ഷെയ്ഡ് ഓഫ് ബ്രൗൺ. ബ്രൗൺ കളർ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഹൈ ലാൻഡ്സും ഡെസേർട്സും കാണിക്കാൻ വേണ്ടിയിട്ട്. പൊളിറ്റിക്കൽ മാപ്പ് യൂസ് 4 or more colors to represent different countries or states. Political map use 4 or more colors. Political mapil 4 or more colors യൂസ് ചെയ്യുന്നുണ്ട് to represent different countries. Different countries-നെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മാപ്പിൽ 4 or more colors യൂസ് ചെയ്യുന്നുണ്ട്. These maps use black to show boundaries. ബ്ലാക്ക് കളർ ബൗണ്ടറീസ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. This color scheme is used for map all over the world. All over the world എല്ലാ മാപ്പിലും ഈ കളർ സ്കീം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. To understand the color scheme മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് a key is made on the map. കളർ സ്കീം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കീ മാപ്പിലുണ്ട്. The key shows the height of land or depth of water above or below the sea level and respective colors used on a map. അതായത് കീ ഷോസ് ചെയ്യുന്ന എന്താണ് ഹൈറ്റ് ഓഫ് ലാൻഡിൻ്റെ ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് വാട്ടർ എബോവ് ഓർ ബിലോ ദ സീ ലെവൽ. എബോവ് സീ ലെവലാണോ ബിലോ സീ ലെവലാണോ എന്നൊക്കെയാണ് ഷോ ചെയ്യുന്നത്. ദെൻ ഇൻ കൺക്ലൂഷൻ മാപ്പ്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് കോണ്ടിനെൻറ്റ്, ഓഷ്യൻസ്, ഗ്ലോബ്സ്, ലിമിറ്റേഷൻസ് ഓഫ് ഗ്ലോബ്സ്, മാപ്പ്, യൂസസ് ഓഫ് മാപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്, ദെൻ ഡയറക്ഷൻസ്, സൈൻസ്, സിംബൽസ്, എക്സെട്ര. Thank you.